ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ്. തലേന്ന് ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് പുതിയാപ്പ ഉത്സവം ത്തിൻ്റെ റീൽസ് കാണുന്നത്. എനിക്ക് ലൈറ്റ് ഡെക്കറേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ പോയത്. പിന്നെ എൻ്റെ ഓരോ യാത്രയും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള യാത്രയാണ്. അങ്ങനെ ബസ്സിലാണ് പോയത് കേട്ടോ. കോഴിക്കോട് ടൗണിൽ നിന്നും അരമണിക്കൂർ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ പുതിയാപ്പ ഉത്സവമൊക്കെ കണ്ടു. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്. ആ ഒരു ഇത്രയും ദൂരേന്ന് പോയ അതിൻ്റെ ആ ഒരു എഫേർട്ടിനൊക്കെയുള്ള കാഴ്ചകളൊക്കെ അവിടെയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആളുകളൊക്കെ വരുന്നത് ഈ ഒരു ലൈറ്റ് ഡെക്കറേഷൻ്റെ വീഡിയോസ് എടുക്കാനും അവിടുന്ന് സെൽഫി എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരെ ബസ് പോയിട്ടുള്ളൂ. പിന്നെ ബ്ലോക്ക് കാരണം അവിടെ നിർത്തിയതാണ്. ബാക്കി ദൂരം നമ്മൾ നടന്നിട്ടാണ് പോയത്. കുറച്ച് ദൂരം ഉണ്ടെങ്കിലും കൂടെ നമ്മൾ വന്നത് തന്നെ ആ ലൈറ്റിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് ദൂരമൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ആദ്യം തന്നെ നമ്മൾ കണ്ടത് ആ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ലൈറ്റാണ്. പിന്നെ ഒരു റെയിൻബോ കോമ്പിനേഷനിലുള്ളതാണ്. അപ്പം നമുക്കതിങ്ങനെ മുന്നിലുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ വേറൊരു തരത്തിലുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അത് ഏതാണ് കൂടുതൽ മനോഹരം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അവിടുത്തെ കാഴ്ചകൾ അതിനേക്കാളിലും ഗംഭീരം. പിന്നെയുള്ള ആ ഒരു ബീച്ചിലുള്ള ആ ഒരു മാർക്കറ്റും അതൊക്കെ കാണാനൊരു നല്ലൊരു രസം തന്നെയാണ്. കുറേ കൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തിരിച്ചു പോരാതെ വയ്യല്ലോ. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.